പരശുരാമ, അങ്ങയുടെ ഇച്ഛാനുസരണം നാം ഇവിടെ എത്തിയിരിക്കുന്നു. പറഞ്ഞാലും എന്താണ് നാം നിവർത്തിക്കേണ്ടത്? സർവ്വജീവജാലങ്ങളുടെയും ഓരോ നാഡീമിടിപ്പും അങ്ങയുടെ കാരുണ്യത്താലാണല്ലോ. കഠിനമായ യാത്രയിലൂടെ 18 മലകളും താണ്ടി ശ്രീധർമ്മശാസ്താവിനെ ദർശിക്കാനെത്തുന്ന ഓരോ ഭക്തനും ഈ പടി കയറുമ്പോൾ അങ്ങയുടെ തഴുകലും തലോടലും ഊർജം പകരും. യാത്രാക്ഷീണം പൂർണ്ണമായി അകന്ന് ഭഗവത് സ്വരൂപത്തിൽ മനസ്സർപ്പിക്കാനാകും. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. വടക്ക് പടിഞ്ഞാറ് ദിക്കിൻ്റെ അധിപനായ നാം അങ്ങയുടെ ഇച്ഛാനുസരണം കുടികൊള്ളുന്നതായിരിക്കും. മംഗളം ഭവിക്കട്ടെ. പതിനെട്ട് പടികളിൽ പഞ്ചഭൂതങ്ങൾ കുടികൊള്ളേണ്ട 5-ാം തൃപ്പടിയും പൂർത്തിയായി. പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും സൂക്ഷ്മം ആകാശമാണ്. പരബ്രഹ്മത്തിൽ നിന്നും ആദ്യം സൃഷ്ടമായതും ആകാശമാകുന്നു. ഏതൊരു വസ്തുവിനും സ്ഥിതി ചെയ്യുവാൻ സ്ഥലം ആവശ്യമാണ്. ആ സ്ഥലം ആകാശമാകുന്നു. പഞ്ചേന്ദ്രിയങ്ങളാൽ ആകാശത്തെ അനുഭവിക്കാനാകുന്നില്ല എന്നതാണ് സത്യം. ആകാശാധിപനായ സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു, ഹരിഹരപുത്രനായ ശ്രീധർമ്മശാസ്താവിൻ്റെ ഈ പുണ്യക്ഷേത്രത്തിൽ ആ മഹാസാന്നിധ്യം ഭക്തർക്ക് ഏറെ ആത്മനിർവൃതി നൽകും. ഈ 5-ാമത്തെ പടിയിൽ സ്പർശിക്കുന്ന ഓരോ ഭക്തന്റെ ഉള്ളിലും ആ കരുണാകടാക്ഷം അനിർവചനീയമായ അനുഭൂതി പകരും. മഹാവിഷ്ണുവിനെ ധ്യാനിച്ചാലും ഭാർഗവരാമ, വിഷ്ണും ശരചന്ദ്രകോടിസദൃശം ശംഖം രഥാംഗം ഗദാമംഭോജം ദധതം സിതാബ്ജനിലയം കാന്ധ്യാ ജഗന്മോഹനം. ഭാർഗവരാമ, ശ്രീപരമേശ്വരന്റെയും നമ്മുടെയും അംശമായ ശ്രീധർമ്മശാസ്താവിന്റെ ആഗ്രഹപ്രകാരം അങ്ങാൽ നിർമ്മിക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിന് ചൈതന്യം പകരാൻ നാമം ബാധ്യസ്ഥനാണ്.
അതിനാൽ ഈ അഞ്ചാമത്തെ പടി സ്പർശിക്കുന്ന ഓരോ ഭക്തനും ആകാശത്തിന്റെ അധിപനായ നാം മോക്ഷവും മുക്തിയും നൽകുന്നതാണ്. ഈ മഹാകർമ്മത്തിന് നമ്മെ പ്രാപ്തനാക്കിയ നമ്മുടെ മഹാഗുരു ശ്രീ പരമേശ്വരന്റെയും അങ്ങയുടെയും അനുഗ്രഹത്താൽ തുടർ കർമ്മങ്ങളും ശുഭമായി പര്യവസാനിക്കുക തന്നെ ചെയ്യും. മംഗളം ഭവന്തു. ശബരിമലയിലെ പ്രതിഷ്ഠാസ്ഥാനത്തേക്കെത്താനുള്ള പുണ്യപടവുകളായ 18 പടികളിൽ പഞ്ചഭൂതങ്ങളെ കുടിയിരുത്തിയ ആദ്യത്തെ 5 പടികളെക്കുറിച്ച് മനസ്സിലായല്ലോ അല്ലേ? ആ, ഇനിയുള്ള പടികളിൽ 8 പടികൾ അഷ്ടരാഗങ്ങളുടെ പ്രതീകങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത്. സംഗീതത്തിലെ രാഗങ്ങളല്ല കേട്ടോ, ഇത് മനുഷ്യന്റെ വൈകാരിക ഭാവങ്ങളാണ്. അതായത് കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം എന്ന ഷഡ്വൈരികളും അസൂയ, അഹംഭാവം എന്ന 2 ദുർഭാവങ്ങളും കൂടി ചേർന്നതാണ് മനുഷ്യന്റെ ഉള്ളിലെ അഷ്ടരാഗങ്ങൾ. ഇപ്പോ 13 പടികളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി എത്രയാ ബാക്കി? 5. ആ, 5ൽ 3 ത്രിഗുണങ്ങളുടെ പ്രതീകങ്ങളായ സത്വം, രജസ്, തമസ് എന്നിവയാണ്. ഈ ഗുണങ്ങൾ എല്ലാ മനുഷ്യരിലും അടങ്ങിയിരിക്കുന്നു. ഇനി 17, 18 പടികൾ. 17ാം പടി അവിദ്യയായ അജ്ഞാനത്തെയും 18ാം പടി വിദ്യയായ ജ്ഞാനത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. അങ്ങനെ പടികൾ 18, പുരാണങ്ങൾ 18, മലകൾ 18, കുരുക്ഷേത്ര യുദ്ധം നടന്ന ദിവസങ്ങളും 18. മറ്റെങ്ങുമില്ലാത്ത ഇത്രയും പ്രത്യേകതകൾ ഉള്ളതിനാലാണ് ശബരിമലയിൽ വിഗ്രഹപ്രതിഷ്ഠയ്ക്ക് സമാനമായ പ്രാധാന്യം 18ാം പടിക്കും ലഭിച്ചത്. 18 പടികളും നിർമ്മിച്ച ശേഷമാണ് സാക്ഷാൽ ശ്രീധർമ്മശാസ്താവിന്റെ പ്രതിഷ്ഠാകർമ്മം പരശുരാമൻ നിർവഹിച്ചത്. ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാനുള്ള ശാസ്താവിഗ്രഹം നിർമ്മിച്ചത് നവപാഷാണം എന്നറിയപ്പെടുന്ന ദിവ്യ ഔഷധക്കൂട്ടുകൾ ചേർത്താണ്. മഹാനായ അഗസ്ത്യമുനിയാണ് വിഗ്രഹ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചത്. അദ്ദേഹം തന്നെയാണ് പ്രതിഷ്ഠിക്കാനുള്ള വിഗ്രഹവുമായി ആദ്യമായി 18ാം പടി ചവിട്ടിയത്.
നവപാഷാണത്താൽ നിർമ്മിതമായ വിഗ്രഹമാണിത്. നവപാഷാണം എന്നാൽ 9 വിഷപദാർത്ഥങ്ങളാണ്. വീരം, പൂരം, രസം, ഗന്ധകം, ജതിലിംഗം, ഗൗരിപാഷാണം, വെള്ളൈപാഷാണം, മൃതശംഖ്, ശിലാസത്ത് എന്നിവയാണവ. നവപാഷാണ വിഗ്രഹത്തിന്റെ ദർശനവും സാമീപ്യവും സകല ഗ്രഹപാപങ്ങളും ദോഷങ്ങളും ഹനിക്കുകയും സകല രോഗങ്ങളും ഇല്ലാതാക്കുകയും ചെയ്യുന്നു. വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്ത പ്രസാദവും സർവരോഗ സംഹാരിണിയാകുന്നു. മറ്റ് ക്ഷേത്രങ്ങളിലേതുപോലെ ഏവർക്കും ഇഷ്ടാനുസരണം ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്താനാവില്ല. ഒരു മണ്ഡലകാലമെങ്കിലും വ്രതമനുഷ്ഠിച്ച് ഇരുമുടിക്കെട്ടേന്തി 18 പടികൾ ചവിട്ടി ദർശനത്തിനെത്തുന്ന ഭക്തർ ഈശ്വരതുല്യർ തന്നെയാണ്. വർഷത്തിൽ 41 ദിവസമെങ്കിലും തുടർച്ചയായി ബ്രഹ്മചര്യം അനുഷ്ഠിക്കുമ്പോൾ ശരീരത്തിലെ വീര്യം വർദ്ധിച്ച് ഓജസ്സും തേജസ്സും അധികമാകുന്നു. അതോടെ ഉത്തമാംഗമായ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനം ശക്തമാവുകയും ഓർമ്മശക്തി, ബുദ്ധിശക്തി തുടങ്ങിയവ വർദ്ധിച്ച് ലൗകിക ജീവിത വിജയവും ആത്മീയ ജീവിതാരംഭത്തിന് നാന്ദിയുമാകുന്നതാണ്. ഇവിടെ ആചാരാനുഷ്ഠാനങ്ങൾ കൃത്യമായി പാലിക്കപ്പെടേണ്ടതാണ്. യോഗീഭാവത്തിലുള്ള ധർമ്മശാസ്ത്ര പ്രതിഷ്ഠ ആയതിനാലും വരുന്ന ഭക്തർ ബ്രഹ്മചാരികളായതിനാലും ഋതുമതികളായ സ്ത്രീകൾ ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ല. മകരസംക്രമ സമയം സമാഗതമാകുന്നു. പരശുരാമനും ദേവഗുരു ബൃഹസ്പതിയും ചേർന്നാണ് പ്രതിഷ്ഠ നടത്തേണ്ടത്. അതിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചാലും. ആകട്ടെ മഹർഷി. ഓം മഹാശാസ്ത്രേ നമഃ. ഓം മഹാദേവായ നമഃ. ഓം മഹാദേവസുതായ നമഃ. ഓം അവ്യായ നമഃ. ഓം ലോകഭർത്രേ നമഃ. ഓം ലോകഹർത്രേ നമഃ. ഓം ബ്രഹ്മിണേ നമഃ. ഓം പരാത്പരായ നമഃ. ഓം ഭൂതസൈനികായ നമഃ. ഓം മന്ത്രവേദിനേ നമഃ. ഓം മഹാവേദിനേ നമഃ. ഓം മാരുതായ നമഃ. ഓം ജഗദീശ്വരായ നമഃ. ഓം ലോകാധ്യക്ഷായ നമഃ. ഓം അഗ്രണ്യേ നമഃ. ഓം ശ്രീമതേ നമഃ. ഓം അപ്രമേയ പരാക്രമായ നമഃ. ഓം ഗജാരൂഢായ നമഃ. ഓം സിംഹാരൂഢായ നമഃ. ഓം മഹേശ്വരായ നമഃ. ഓം വീരായ നമഃ. ഓം അനർഘായ നമഃ. ഓം നാനാശാസ്ത്രധരായ നമഃ. ഓം നാനാരൂപധരായ നമഃ.
പരശുരാമ, അങ്ങും ദേവഗുരുവും ചേർന്ന് ഉത്തമ മുഹൂർത്തത്തിൽ പ്രതിഷ്ഠിച്ച ഈ ശാസ്താവിഗ്രഹം തീർച്ചയായും ലോക അനുഗ്രഹമായി തീരുന്നതാണ്. മഹാത്മാക്കളുടെ മനസ്സും വാക്കും പ്രവൃത്തിയും ഒന്നായിരിക്കും, ദുർജനങ്ങളുടേത് തിരിച്ചും. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദോ ശാസ്താരം പ്രണമാമ്യഹം. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദ നിരതം ശാസ്താരം പ്രണമാമ്യഹം. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം സർവവിഗ്രഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമഃ. അസ്മത്കുലേശ്വരം ദേവം അസ്മത് ശത്രു വിനാശനം അസ്മദിഷ്ട പദാതാരോ ശാസ്താരം പ്രണമാമ്യഹം. പാണ്ഡേശവം ശതിലകം കേരളേ കേളി വിഗ്രഹം ആർത്തത്രാണവരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഹരിവരാസനം സ്വാമി വിശ്വമോഹനം ഹരിതീശ്വരം സ്വാമി ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം സ്വാമി നിത്യനർത്തനം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ. പഞ്ചാത്രീശ്വരമംഗളം ഹരിഹര പ്രേമകൃതി മംഗളം പിഞ്ചാലങ്കൃതമംഗളം പ്രണമതാം ചിന്താമണൈ മംഗളം. പഞ്ചസധ്വജമംഗളം ത്രിജഗദാമാധ്യപ്രഭോ മംഗളം പഞ്ചസ്തോപമംഗളം ശ്രുതിശിരോലങ്കാരസൻ